പ്രിൻസി GF ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടുമായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുള്ള പാട്ട് നമുക്ക് ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം വലിയവനാകുന്ന ദൈവത്തെ ഒരിക്കൽ കൂടെ ദൈവമക്കളുമായി ചേർന്ന് പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബിജാന്റിക്കും കുടുംബത്തിനുള്ള നന്ദിയെ ഞാൻ അറിയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Thank you. God bless you. Thank you for a beautiful song. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം പാടുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചുവല്ലോ. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ അവിടുന്ന് നൽകിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഞാൻ മകളെയും കുഞ്ഞിനെയും ഒക്കെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പ്രിയ മാതാവ്. ഹല്ലേലൂയ. നമ്മുടെ കടന്നു വന്ന് പോയല്ലോ. ഹല്ലേലൂയ. കർത്താവ് ഈശ്വരമായി മക്കളെ അനുഗ്രഹിക്കട്ടെ. അവിടെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കരങ്ങൾ ഹല്ലേലൂയ പ്രകാരം അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമാവും പാടിയത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവം ഉന്നതി അത്യുന്നതനായ ദൈവത്തെ പാടുവാൻ, പാട്ടോട് അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നുവല്ല. പാട്ട് പാടിയപ്പോൾ നമ്മുടെ കർത്താവ് മഹത്വം എടുക്കുകയും അനുഗ്രഹ സമൃദ്ധി എല്ലാവരുടെ പേരും പകർന്നു. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ മകളെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ദൈവം ദീർഘായുസ്സുകൊണ്ട് തൃപ്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. തുടർമാനം ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവഭക്തനെ
നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ, ദൈവശബ്ദം കേൾപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തിൽ ആത്മാവിൽ ചുരുക്കമായി പ്രാർത്ഥിക്കാം. സ്തോത്രം 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 കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവ്, ഞങ്ങളെ വളർത്തുന്ന കർത്താവ്, ഞങ്ങളെ താങ്ങുന്ന കർത്താവ്, ഞങ്ങളെ ഇന്നയോളം കൊണ്ടുവന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഉന്നതന്റെ കർത്താവെ, അത്യന്ത ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, നീ വലിയവൻ, സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മഹാദയാലുവായ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഓരോ നാളും ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ സങ്കേതവും ബലവും കഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയായ കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വഴിയും സത്യവും ജീവനുമായ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പുനരുത്ഥാനവും ജീവനുമായ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ജീവന്റെ അപ്പമായ കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ജീവജല നദി കർത്താവിന് വക്കിലുള്ളതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. വെളിച്ചത്തിന്റെ ദൈവം ഞങ്ങളുടെ ദൈവമാകിയ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളെ വെളിച്ചത്തിന്റെ മക്കളാക്കി തീർത്ത ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ ചേർക്കാൻ വേഗം വരുന്ന ഞങ്ങളുടെ പ്രാണപ്രിയന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എന്റെ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഓ, ഈ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ ദൈവ ശബ്ദം കർത്താവ് എല്ലാ കാതുകളും മുഴങ്ങട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ തലമുറയെ സഹായിക്കണമേ കർത്താവെ. ദൈവ ശബ്ദം കേട്ട് ജീവിക്കാൻ ഓരോ നിമിഷം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഹൃദയം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പരിജ്ഞാനം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ കർത്താവ് പ്രകാശിപ്പിക്കണമേ കർത്താവേ. ഞങ്ങളുടെ തല എണ്ണ കൊണ്ട് കർത്താവ് അഭിഷേകം ചെയ്യണമേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ കണ്ണ് കർത്താവിനെ ദർശിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ കാതുകൾ ദൈവ ശബ്ദം മുഴങ്ങട്ടെ കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിച്ച് പാപം ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങളുടെ തലമുറയും ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, വായിൽ സ്തുതി സ്തോത്രങ്ങൾ മുഴങ്ങട്ടെ കർത്താവെ. ഹൃദയത്തിൽ നന്ദി സ്നേഹമുള്ളവരായി ജീവിക്കാൻ കൃപ ചെയ്യണമേ. വായ വിസ്താരത്തിൽ നിറയ്ക്കാവുന്ന അരുളി ചെയ്ത കർത്താവെ, ഞങ്ങളുടെ വായ കർത്താവെ സ്തുതി സ്തോത്രങ്ങൾ നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്മ ചെയ്യുവാനും സത്യസുവിശേഷം അറിയിക്കുവാനും കൈകാലുകൾക്ക് ബലവും ശക്തിയും അഭിഷേകം പകരണമേന്ന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ. താമസിക്കല്ലേ കർത്താവ്, പ്രവർത്തിക്കണമേ കർത്താവെ. കടന്നു വന്ന ഈ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജനം നിന്നിൽ സന്തോഷിച്ച് ആനന്ദിക്കട്ടെ കർത്താവെ. നിന്റെ ജനത്തിന് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഓ, ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. കർത്താവിന്റെ വാഗ്ദത്തം വചനവുമാണ് കർത്താവെ. നിനക്കെതിരായി വരുന്ന ഓരായുധവും ഫലിക്കയില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തവും വചനമാണ് കർത്താവെ. ഈ ദിവസങ്ങൾ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കണമേ. എല്ലാ ഭവനങ്ങളും ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം മുഴങ്ങട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭവനങ്ങളും ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പുതിയ വർഷം 2024 കർത്താവെ, ഞങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കണമേ. പ്രേരണി കടന്നു വന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ജനത്തിനും ഇത് അനുഗ്രഹമായിരിക്കണമേ. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണം കർത്താവെ. അവരുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം. അവരുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടണം കർത്താവെ. ദൈവ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നവേ സ്തോത്രം കർത്താവെ. ദേശത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഇന്ത്യ ദേശത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നടക്കുന്ന എല്ലാ കൺവെൻഷനുകളെയും കോൺഫറൻസുകളെയും നടക്കാനിരിക്കുന്ന ICPF ക്യാമ്പുകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവഭയത്തോടെ എല്ലാവരും ജീവിക്കുവാൻ ദൈവം സഹായിക്കണമേ. ദൈവകൃപയിൽ എല്ലാവരും ജീവിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സ്തോത്രം. പ്രാണപ്രിയന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി കർത്താവ് എല്ലാവരോടും കൂടിയിരിക്കണമേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഷ്ടം സഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാഥർക്ക് വേണ്ടി, വിധവന്മാർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സകല രോഗികളെ ഓർത്ത് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദുഃഖിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തിന്റെ ദൈവം, പ്രത്യാശയുടെ ദൈവം എല്ലാവരെയും വഴി നടത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, യേശുവേ, തലമുറയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായി, അവരുടെ സമാധാനം വലുതായിരിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ സന്തതിമേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരണമേ. ഞങ്ങളുടെ സന്താനത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹം പകരണമേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ സന്ധ്യാസമയം കർത്താവേ, കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കണമേ. ലീഡിയ കർത്താവിന്റെ ദാസിനെ കർത്താവ് വിലപ്പെടുത്തിയതിനായി സ്തോത്രം. വരത്തോടെ കാക്കണമേ. കുടുംബത്തെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പാട്ടുപാടുവാൻ പ്രിയ മകളെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, അത്യന്തം കർത്താവെ, വീണ്ടും പാടി മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചതിനായി സ്തോത്രം. പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തന്ന് സഹായിക്കണമേ. വചനവുമായി കടന്നു വന്ന ദൈവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോട്, അധികാരത്തോട് ദൈവത്തിന്റെ വചനം ഘോഷിക്കുവാൻ നിന്റെ ദാസനെ അഭിഷേകം ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അത് കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് കർത്താവേ, അത് വിടുതലായിരിക്കട്ടെ, അനുഗ്രഹമായിരിക്കട്ടെ. ഞങ്ങളുടെ തലമുറയ്ക്ക് അത് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വചനത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ തലമുറയെ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തേശുവിൽ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നല്ല വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വീഴാതെ ഇവിടെ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സകല അങ്ങേക്ക് തരുന്നു. ക്രിസ്തേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. കലോമാ സിറ്റിസൺ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്ന നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. ഓവേ അള്ളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്ന പ്രാർത്ഥന നമുക്കായിരിക്കാം. ഹല്ലേലൂയ. വചന ശുശ്രൂഷ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ 2-3 ആഴ്ചകളിൽ കർത്താവെ അനുവദിക്കുന്നുവെങ്കിൽ ഹബക്കൂക്ക് പ്രവചനത്തിൽ നിന്നും ഒരു എത്തിനോട്ടം, ഒരു പഠനം ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്ക് അതിന്റെ തുടക്കമാണ്. ഇതിലേക്ക് 2-3 വേദവാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയും, അതുപോലെ തന്നെ പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 40-ഉം 41-ഉം വാക്യങ്ങളും വായിച്ച് സഹായിക്കണം. ഒരു വാക്യം കൂടെ വായിച്ചാൽ നല്ലതായിരിക്കും. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെ. താങ്ക് യു. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എന്റെ മുൻപിലുണ്ട്. കലഹം നടക്കുന്നു, ചണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു,
അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിക്കുവിൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങൾ ഹബക്കൂ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്. ആകയാൽ ഹേ നിന്നക്കാരെ നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവിൻ. നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെ, 6 മുതൽ 8 വരെ വായിച്ചാലും മതി. രണ്ടിന്റെ 6 മുതലാണോ പാസ്റ്ററെ? അതെ അതെ അതെ. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി, വരൾച്ചയും കൂരിരുളും ഉള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല. ഞാൻ നിങ്ങളെ ഫലവത്തായൊരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എന്റെ ദേശത്തെ അശുദ്ധമാക്കി എന്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണകന്മാർ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവരോട് ചേർന്ന് നടന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ. കരുണയുള്ള കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനമാണല്ലോ ഞങ്ങൾ വായിച്ചത്. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ വചനം ഐശ്വര്യമായി അവിടുത്തെ ജനത്തിന് വിളമ്പുവാൻ കർത്താവ് എന്റെ കയ്യിൽ ഏൽപ്പിക്കുമാറാകണമേ. അഭിഷേകം ചെയ്ത ഒരു ദൂത് കൊടുക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഏഴയുടെ മേൽ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന അവിടുത്തെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ പങ്കിടുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഞങ്ങൾക്ക് അവിടുന്ന് സഹായം ചെയ്തിരിക്കയാലും സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശു രക്ഷകന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സത്യവേദ പുസ്തകത്തിലെ 35-ാമത്തെ പുസ്തകമാണ്. വെറും 3 അധ്യായങ്ങളും 56 വാക്യങ്ങളും ഉള്ളതായ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം. യഹോവയായ ദൈവം പ്രവാചകനെ വെളിപ്പെടുത്തി കൊടുത്ത പ്രവചന സൂക്തങ്ങളാണ് 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിലെ ഓരോ വാക്യങ്ങളും നാം വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അനേക ആത്മീക മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനും അവ മുഖാന്തരം കർത്താവിൽ ധൈര്യപ്പെടുവാനും ബലപ്പെടുവാനും നമ്മുടെ പ്രവാസ ജീവിതം വിശുദ്ധിയോട് സൂക്ഷിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കും. ഹബക്കൂക്ക് എന്ന ആ പേരിന്റെ അർത്ഥം ക്ലിങ്ങർ, വൺ ഹു എംബ്രൈസ്, ആലിംഗനം ചെയ്യുന്നവൻ, വിട്ടുപിരിയാതെ നിൽക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹബക്കൂക്ക് എന്ന പേരിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഹബക്കൂക്കിനെ പല വേദവിദ്യാർത്ഥികളും യാക്കോബിനോട് തുലനം ചെയ്ത് സംസാരിക്കുന്നത്. യാബോക്ക് നദീതീരത്തെ നിന്നുകൊണ്ട് യാക്കോബ് ഹല്ലേലൂയ ദൈവത്തോടെ പ്രാർത്ഥനയിൽ മത്സരം കാണിച്ച് കർത്താവേ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കണ്ണുനീരോടുകൂടെ അഭയാചനം ചെയ്ത യാക്കോബിനെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുമാറാതെ കർത്താവിന്റെ പാദപീഠത്തിൽ ഒരു ക്ലിങ്ങറിനെ പോലെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഭക്തനെയാണ് ഹബക്കൂക്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
നമുക്ക് എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ എസ്തേറിന്റെ പഴയ എബ്രായ നാമം ഹദസ എന്നുള്ളതാണല്ലോ. ഹദസ എന്ന പേരിന്റെ അർത്ഥം മിഥിൽ ട്രീ എന്നുള്ളതാണ്, കൊഴുന്ത് എന്നുള്ളതാണ്. കൊഴുന്തിന്റെ പ്രത്യേകത നമുക്കറിയാം. കൊഴുന്ത് ഒരു ബുഷാണ്. ആ ബുഷ് ഒരു അനുഗ്രഹത്തിന്റെ ബുഷായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സഹസ്രാബ്ദ വാഴ്ചയിൽ ശാപങ്ങൾക്ക് പകരം മുള്ളിനും പറക്കാരയ്ക്കും പകരം കൊഴുന്ത് വളരുമെന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഐക്യതയുടെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് കൊഴുന്തിനെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹദസ ഹല്ലേലൂയ, ദൈവത്തോടെ പറ്റിച്ചേർന്നിരുന്നവൾ എന്ന അർത്ഥമാണ് അതിൽ നിന്ന് ലഭ്യമാകുന്നത്. ക്ലിങ്ങർ, ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തെ വിട്ടുപിരിയാതെ ഇരിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഹബക്കൂക്ക് പ്രവാചകനും ഈ കൊഴുന്ത എന്ന അർത്ഥം വരുന്ന അർത്ഥം വേദവിദ്യാർത്ഥികൾ വിശേഷണമായി നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊരു വലിയ മർമ്മം വെളിവായി വരുന്നത് കാണുവാൻ സാധിക്കുന്നു. പ്രവാചകൻ ആദ്യമേ ഒരു പ്രവാചകനല്ലായിരുന്നു. തന്റെ പ്രവചന ശുശ്രൂഷ 1-ാം വാക്യം മുതൽ നാം കാണുന്നില്ല. പ്രവാചകനെ ദൈവം വെളിപ്പാടായി അരുളപ്പാടായി ആദ്യം നൽകുന്നത് 5-ാം വാക്യത്തിലാണ്. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ പ്രവാചകൻ ദൈവസന്നിധിയിൽ കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകനെ പറ്റി ഒരു പ്രവാചകനായി 5-ാം വാക്യം മുതൽ നാം കാണുന്നു. എന്നാൽ ഹബക്കൂക്കിനെ പറ്റി ഒരു പൗരോഹിതനായി നമുക്ക് മറ്റു പല ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് നമുക്കത് പ്രത്യേകം, ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്നുള്ളത്. അതിൽ നിന്നും കൊത്തളം എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് മിഷ്ബറത്ത് എന്ന എബ്രായ വാക്കാണ്. പുരോഹിതന്മാർ അവരുടെ ശുശ്രൂഷ കാലങ്ങൾക്ക് മുമ്പേ അവരെ തന്നെ ശോധന ചെയ്ത് ശുശ്രൂഷയ്ക്ക് 15 ദിവസം മുമ്പ് കടന്നു വന്ന് അവർ താമസിക്കുന്നതായ ആ സ്ഥലത്തിനെയാണ് അവരുടെ റെസ്റ്റിംഗ് പ്ലേസിനെയാണ് മിഷ്ബറത്ത് എന്ന് പറയുന്നത്. വരും കാലത്ത് നാം ഇനിയും ചിന്തിക്കുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം അതിനെപ്പറ്റി കൂടുതലായി ചിന്തിക്കും. ആ വാക്യം ഉദ്ദേശിച്ചും അത് പുരോഹിതന്മാർ പാർക്കുന്നത് കൊണ്ട് ഹബക്കൂക്ക് ഒരു പുരോഹിതനായിരുന്നു. ലേവിയ ഗോത്രത്തിൽ ജനിച്ചു വളർന്ന ഒരു പുരോഹിതന് ജനിച്ച പുരോഹിതനായിരുന്നു എന്ന് കാണാൻ സാധിക്കും. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തൻ്റെതായിട്ടുള്ളതായ ഗാനത്തിൽ കൂടെ അതിന്റെ തലക്കെട്ടിൽ കൂടെയും താൻ ഗാന ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ട ഒരു പുരോഹിതനാണെന്ന് കൂടെ ഗ്രഹിപ്പാൻ നമുക്ക് പ്രയാസമില്ല. എന്നാൽ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് പ്രവാചകനെ ഒരു പ്രവാചകനായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും ഈ ആകെ 3 അധ്യായങ്ങളിലും പ്രവാചകൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രവാചകന്റെ മുമ്പിൽ പ്രവാചകൻ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളുമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. താൻ കരയുന്ന കരച്ചിൽ നമുക്ക് 2-ാം വാക്യത്തിൽ, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പ്രവാചകന്റെ ആ പ്രാർത്ഥനയുടെ സ്റ്റൈല് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് the burden which the Habakkuk the prophet did see എന്ന് പറഞ്ഞിട്ട്, hallelujah, Lord, how long shall I cry and thou wilt not hear?
അപ്പോ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് വിതുമ്പി 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 ഹൃദയം പൊട്ടിക്കീറി ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു എന്ന് ഈ 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ആ 2-ാം വാക്യം വായിക്കുമ്പോൾ എത്രത്തോളം, അഥവാ ഹൗലോം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടി വന്നിട്ട് പ്രാർത്ഥിച്ചു എന്ന് വരുത്തുവാൻ വേണ്ടി ഒരു പ്രാർത്ഥനയല്ലായിരുന്നു. ദൈവസന്നിധി വിട്ടുപോകാതെ താൻ ഇങ്ങനെ നാം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലെ കർത്താവിന്റെ ജനനത്തോടുള്ള ബന്ധത്തില് ഹന്ന ദൈവസന്നിധി വിട്ടുപോകാതെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് പോലെ, ശിമയോനെ പറ്റി കാണുന്നത് പോലെ ദൈവസന്നിധി വിട്ടുപോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായിരുന്നു. എന്തു വലിയ ഗുണങ്ങളാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കർത്താവ് നമുക്ക് തന്നതായ ചില ശുശ്രൂഷകൾ കൊണ്ട് തൃപ്തിപ്പെടാതെ നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരായിരിക്കണം. കർത്താവേ, ഹൃദയനുറുക്കത്തോടുകൂടെ ഞാൻ ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്റെ ഈ ബേർഡൻ എന്താണ്, തന്റെ ഈ ഭാരം എന്താണ് എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ബേർഡൻ എന്നവിടെ കൊടുത്തിരിക്കുന്ന മാസ എന്ന എബ്രായ വാക്കാണ്. മാസ എന്ന എബ്രായ വാക്കിന് ലിഫ്റ്റഡ് അപ്പ് എന്നാണ്, ഉയർത്തി കാണിക്കുക, ഉയർത്തുന്ന ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആ പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ എത്തത്തക്കവണ്ണം ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എന്താണ് തനിക്ക് ഇങ്ങനെ ഹൃദയനുറുക്കത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനുള്ള കാരണം? 2, 3, 4 വാക്യങ്ങളിൽ അത് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവേ, സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും, നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് he cry unto the Lord for the reason of violence. വയലൻസ് നിമിത്തം ഞാൻ ദൈവസന്നിധിയിൽ കരയുകയാണ്, ഹൃദയമുറുക്കത്തോടുകൂടെ കരയുകയാണ്. പ്രവാചകന്റെ ചുറ്റുപാടിലും താൻ കാണുന്നത് വയലൻസ് ആണ്, രക്തപ്പുഴയാണ്. തന്റെ ചുറ്റുപാടും താൻ കാണുന്നത് അകൃത്യവും പാപവും ദുഷ്ടതയുമാണ്. നമ്മുടെ ഈ കാലത്തെ പറ്റിയല്ലേ നമുക്കിതിൽ നിന്നൊക്കെ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. വാസ്തവമായി ദൈവസന്നിധിയില് നാം 1 മിനിറ്റ് ഹൃദയംഗമായി ഇരുന്നിട്ട് നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കാമെങ്കിൽ നമുക്കിത് തന്നെയല്ലേ കാണുവാൻ കഴിയുന്നത്. ഇതുപോലെ വയലൻസ് നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു പ്രയാസവുമില്ലാത്ത ഒരു കാലത്ത് എത്രയോ ലക്ഷങ്ങളാണ് അവർ ജീവൻ കളയുന്നതായി നമുക്ക് കാണുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യുക്രൈനിലെ ഏതാണ്ട് 500,000 ആൾക്കാരോളം പട്ടുപോയെന്നാണ് യുക്രൈനിലും റഷ്യയിലും കൂടെ കാണുവാൻ സാധിക്കുന്നത്. ഇസ്രയേലിൽ നമുക്കറിയാം ഓരോ ദിവസവും 10, 200, 300 പേരാണ് മരിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ ഇന്നലത്തെ ന്യൂസും കണ്ടെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഒന്നാകുന്നതായ സൗത്ത് അമേരിക്കയിലെ ഇക്വഡോറില് അവിടെ ഡ്രഗ് ലോഡ്സ് ഒക്കെ ചെയ്യുന്നതായ ദുഷ്ടപ്രവർത്തികൾ നമുക്ക് TV സ്റ്റേഷനിലേക്ക് പോയി തോക്ക് ചൂണ്ടിക്കൊണ്ട് അവരെ റെയ്ഡ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സർവ പ്രിസണും അവർ കൺട്രോൾ ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. വലിയ കൊലയാളികളും ഡ്രഗ് ലോഡ്സുമായ ആൾക്കാരെ പ്രിസണിൽ നിന്നും അവരെ ധീരമായി പുറത്ത് കൊണ്ടുവരുന്നത് കാണുവാൻ സാധിക്കുന്നു. അക്രമവും
സാഹസവുമല്ലേ കാണുന്നത്. നാം കടന്നു വന്നതായ കൊച്ചു കേരളത്തിലേക്കൊന്ന് നോക്കുക. ജനം അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ താമസിക്കുവാൻ കഴിയാതെ വണ്ണം കൊലയും കൊള്ളയും കൊള്ളിവെപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാം ലോകത്തിലേക്കൊന്ന് നോക്കുന്നതായ സന്ദർഭത്തിൽ സാഹസം, വയലൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രവാചകന്റെ ഹബക്കൂ പ്രവാചകന്റെ കാലത്ത് തന്റെ ചുറ്റുപാടും സാഹസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്നത് ഈ സാഹസം ജാതികളുടെ ഇടയിലല്ല. ഇവിടെ 3-4 വാക്യം കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നീ എന്നെ നീതികേടു കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിനെ? കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ചണ്ടയുളവായി വരുന്നു. 4-ാം വാക്യം വളരെ വ്യക്തമായി, അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ആരെ പറ്റിയാ പറയുന്നത്? യഹൂദനെ പറ്റിയാണ് പറയുന്നത്. ചുറ്റുപാടുമുള്ള ഫലസ്തീനെ പറ്റിയോ ഈജിപ്തിനെ പറ്റിയോ ജോർഡാനെ പറ്റിയോ ഒന്നുമല്ല. ഇവിടെ പ്രവാചകന്റെ ചുറ്റുപാടും കാണുന്ന സാഹസം തന്റെ സ്വന്തം ജനമാകുന്ന യഹൂദന്മാരുടെ ഇടയിലാണ്. ദൈവമക്കൾ എന്ന് പറയുന്ന ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാൻ യാഗമൃഗവുമായി വരുന്ന ആലയത്തിലെ മഹാന്മാരെന്ന് നടിക്കുന്ന ഇങ്ങനെയുള്ള തന്റെ സ്വന്തം ജനമായ യഹൂദന്മാരെ, വീണ്ടെടുപ്പ് വിലയായി 1/2 ശേക്കൽ വെള്ളി കൊടുത്തിട്ടുള്ളവരെ, ഇവരാണ് സാഹസവും കവർച്ചയും അതിക്രമവും ദുഷ്ടതയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. പഴയ നിയമ കാലത്തെ ദൈവവചനം പഠിപ്പിക്കുന്നത് പുരോഹിതന്മാരാണ്. അത് വളരെ വ്യക്തമായി പുരോഹിതന്റെ അധരത്തിൽ പ്രമാണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അവർ ജനത്തെ പഠിപ്പിക്കണം. എസ്രാ ശാസ്ത്രിയാകുന്ന പുരോഹിതൻ ജനത്തെ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നാം ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ പഠിക്കുമ്പോൾ പുരോഹിതന്റെ അധരത്തിൽ ദൈവത്തിന്റെ ആലോചന നിറഞ്ഞിരിക്കുന്നു. അത് ജനത്തിന് പകർന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രവാചകന്റെ ആകുന്നതിന് മുമ്പേ പുരോഹിതനായ ഹബക്കൂബ് ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കുന്നവനാണ്. ഈ ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കുന്നതായ പ്രവാചകൻ നോക്കിയപ്പോൾ ന്യായപ്രമാണം ആകപ്പാടെ അയഞ്ഞ് എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ ഒരു പുസ്തകം പോലെ യഹോവയുടെ പ്രമാണം മാറിയിരിക്കുന്നു. അനുസരിക്കുവാൻ ഒരു വ്യക്തിക്കും ഹൃദയമില്ല. ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചിട്ട് താഴ്ത്തി കൊടുക്കുവാൻ ഒരു വ്യക്തിയെയും കാണുന്നില്ല. ദൈവത്തെ ഭയമുള്ള ജനത്തെ കാണുന്നില്ല. പ്രത്യുത വിധവമാരെ കൊള്ളയടിക്കുകയും അനാഥന്മാർക്കും അതുപോലെ തന്നെ ന്യായപാലകനായി ഇരിക്കേണ്ടവരെ അവരെ കൊള്ളയടിച്ച് അവർക്കുള്ളതെല്ലാം അപഹരിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രവാചകൻ കാണുന്നത്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ അധരത്തിൽ ആലോചനയുണ്ട്, അത് കേൾക്കുവാൻ ജനത്തിന് മനസ്സില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ യിശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൽ പറയുന്നത്, യെരൂശലേമിലെ യഹൂദന്മാരുടെ പുരോഹിതന്മാർ അവരുടെ ശുശ്രൂഷ മേശമേൽ മദ്യം കഴിച്ച് ഛർദ്ദിച്ച് മ്ലേച്ഛമായിരിക്കുന്നു, ഏലിയുടെ മക്കളെ പോലെ. അങ്ങനെയുള്ള ഒരു കാലത്ത് ദൈവത്തിന്റെ പ്രമാണം കേൾക്കുവാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ പ്രവാചകൻ കരയുകയാണ്. കർത്താവേ, എത്രത്തോളം ഹല്ലേലൂയ, സ്തോത്രം.
പ്രവാചകൻ കാണുന്നത് ദുഷ്ടൻ നീതിമാനെ വളയുകയാണ്. ഹല്ലേലൂയ. തന്റെ സ്വന്തം ജനമായ യഹൂദന്മാർ, ഹല്ലേലൂയ, അവരിൽ ദുഷ്ടന്മാർ നീതിമാന്മാരായ യഹൂദന്മാരെ വളയുകയാണ്. മോശയുടെ കാലത്ത് ഒരു ദുഷ്ടനായ വ്യക്തി തന്റെ സഹോദരനായ യഹൂദനെ അടിച്ചപ്പോൾ നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച് സമാധാനവുമായി മോശ ചെന്നപ്പോൾ നിന്നെ ഞങ്ങളുടെ ഇടയിൽ നേതാവാക്കിയത് ആരെ? നീ ഒരു മിസ്രയേമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ വരികയാണോ എന്ന് അതിക്രമം കാണിച്ച വ്യക്തി പറഞ്ഞ് മോശ ഓടിപ്പോയതുപോലെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ജനത്തിന്റെ ഇടയിൽ ചെയ്യുവാൻ തക്കവണ്ണം നീതിയും ധർമ്മവും ഇല്ലാത്ത ഒരവസ്ഥ. കലഹം നടക്കുന്നു, സാഹസമുണ്ടായിരിക്കുന്നു, പീഡനം വെറുതെ നോക്കുന്നു. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു 4-ാം വാക്യത്തിൽ. അതുകൊണ്ട് ന്യായം വക്രമായി വെളിപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ന്യായമൊക്കെ പറയുമ്പോഴും അതിനകത്ത് വക്രതയാണ് നിറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ചില ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ പോലെ പൊളിറ്റീഷ്യൻസ് ആണ് ഇന്നത്തെ ജസ്റ്റിസിനെയൊക്കെ ഭരിക്കുന്നത്. അവര് പറയുന്നത് പോലെയാണ് വിധിയൊക്കെ വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ന്യായം വക്രതയായി മാറിപ്പോയി. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പ്രവാചകൻ ദൈവസന്നിധിയിൽ എന്ത് വിളിക്കുകയാണ്? ദൈവത്തോട് ബേർഡൻ ലിഫ്റ്റ് ചെയ്യുകയാണ്. ഈ ഭാരമെല്ലാം ദൈവസന്നിധിയിൽ ലിഫ്റ്റ് ചെയ്യുകയാണ്. ഇത് എത്രത്തോളം എന്ന് പറയുമ്പോൾ നാളുകളായി പ്രവാചകൻ ദൈവസന്നിധി വിടാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. കർത്താവെ, പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വിളിച്ചവനായ ഈ ഹബക്കൂക്കിനെ ഒരു പുതിയ ശുശ്രൂഷ കൊടുക്കുക. ആ ശുശ്രൂഷയാണ് 5-ാം വാക്യം മുതൽ കാണുവാൻ സാധിക്കുന്നത്. ദൈവം പ്രവാചകനോട് സംസാരിക്കുകയാണ്. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ. പ്രവചന ശുശ്രൂഷ 5-ാം വാക്യം മുതലാണ് കാണുന്നത്. ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. പ്രവാചകന് കേട്ടിയ ആദ്യത്തെ ദൂതാണ്. താനെ ഇത്രത്തോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവ ഉത്തരം കൊടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവസന്നിധിയിലെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമ്മുടെ കണ്ണുനീരിനൊന്നും ഉത്തരം ലഭിച്ചെന്ന് ചിലപ്പോൾ വരികയില്ല. മിക്കവാറും കിട്ടും, ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ നാം ദൈവസന്നിധി വിടാതെ ഇസ്രയേലിന്റെ വിടുതലിനായി ഹല്ലേലൂയ ചില ഭക്ത ശിരോമണികൾ ഹബക്കൂബിനെ പോലെയുള്ളവർ, ഹന്നയെ പോലെയുള്ളവർ പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ ദേശത്തിന്റെ വിടുതലിനായി, നമ്മുടെ സഹോദരന്മാരുടെ വിടുതലിനായി, ഹല്ലേലൂയ ചുറ്റുപാടുകളുടെ വിടുതലിനായി, നമ്മുടെ തലമുറകളുടെ വിടുതലിനായി, രക്ഷയിലേക്ക് വരുവാനുള്ള പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ കണ്ണു തുറക്കേണ്ടതിനായി എത്രത്തോളം നാം പ്രാർത്ഥിക്കണം? ഹബക്കൂബിനെ പോലെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഒരു ഉത്തരം ലഭിക്കുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും. അതാണ് പ്രാർത്ഥന. പ്രവാചകൻ നമ്മെ ആദ്യം പഠിപ്പിക്കുന്നത് തന്റെ പ്രവചന ശുശ്രൂഷയിൽ കൂടെ ചില ശ്രേഷ്ഠമേറിയ സുക്തങ്ങളല്ല. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നിറച്ചു ദൂതാണ് ഇരിക്കുന്നത്. നാം അത് ചിന്തിക്കാൻ പോകുകയാണ്. അത് വിഭാഗിച്ച് പൂർണ്ണമായി ചിന്തിപ്പാൻ എന്റെ മുമ്പിൽ സമയമുണ്ടോന്നറിയത്തില്ല. എന്നാലും നാം അതൊന്ന് എത്തി നോക്കി ഒരു വിഭജനം ചെയ്യും. ആ സമയമില്ലെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് നാം അതേ തുടർമാനമായി ചിന്തിക്കും. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പ്രത്യേകമായി നാം ഓർത്തിരിക്കണം. ദൈവസന്നിധി വിട്ടുപിരിയാതെ ഏതൊരുവൻ പ്രാർത്ഥിക്കുന്നുവോ, വക്രതയോടുകൂടെയുള്ള പ്രാർത്ഥനയല്ല, ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയാനുള്ള പ്രാർത്ഥനയല്ല, മറ്റുള്ളവരെ കേൾപ്പിക്കുവാനുള്ള പ്രാർത്ഥനയല്ല, ചില ഭാരവുമായി
ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രവാചകൻ ഹല്ലേലൂയ മാസ അഥവാ ബർഡൻ ലിഫ്റ്റപ്പ് എന്ന് പറയുന്നത് ഹല്ലേലൂയ ലിഫ്റ്റഡ് അപ്പ് ഇൻടു ദ മോസ്റ്റ് ഹൈ ഗോഡ്, നമ്മുടെ ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കത്തക്കവണ്ണം. ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ഹല്ലേലൂയ ഐ ക്രൈ ഹല്ലേലൂയ, വളരെ കണ്ണുനീരോടുകൂടെ ഹൃദയനുറുക്കത്തോടുകൂടെ രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, കഷ്ടതയിലിരിക്കുന്നവർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി, ആ സുവിശേഷ നിമിത്തം ജയിൽവാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, ദൈവജനമേ ദൈവസന്നിധി വിട്ടുപോകാതെ രാവും പകലും പ്രാർത്ഥിച്ചാലും തീരാത്ത നിരവധി വിഷയങ്ങളാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചില വ്യക്തികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താ ഇത്ര പ്രാർത്ഥിക്കാനായിട്ടുള്ളതെന്ന്. പ്രാർത്ഥന എന്തെന്നോ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ടത് എങ്ങനെന്നോ അവർക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, അഭയയാചനയുടെ ആത്മാവ് അവരിൽ വ്യാപരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ജോൺ ഹൈഡിന്റെ പ്രാർത്ഥനയെ പറ്റി എന്നാണ് ജോൺ ഹൈഡിനെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ, ഷിക്കാഗോയിൽ നിന്നും പഞ്ചാബിലേക്ക് പോയതായ ജോൺ ഹൈഡ് ഒരു സാധാരണ വ്യക്തിയായിട്ടാണ് 100 വർഷങ്ങൾക്ക് മുമ്പേ കപ്പൽ യാത്ര ചെയ്ത് ഇന്ത്യയിലേക്ക് പോയത്. പോകുന്ന സന്ദർഭത്തിൽ താൻ ഒരു ബാപ്റ്റിസ്റ്റുകാരനായിട്ട് പോയെങ്കിൽ തന്നെയും കപ്പലിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം അവനെ നിറച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവനൊരു ആത്മനിറവോടുകൂടെയാണ് ഇന്ത്യയിൽ ചെന്നത്. അവന്റെ പ്രാർത്ഥനയെ പറ്റി പറയുന്നത് ഹല്ലേലൂയ, അവൻ ഏതൊരു വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. രാവിലെ അവൻ പ്രാർത്ഥനയ്ക്ക് അവന്റെ ബംഗ്ലാവിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ കുക്ക് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഡോറിൽ കൊട്ടി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും, അവിടെ താഴെ വെച്ചേക്കാൻ പറയും. അവൻ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ചുമായി വരുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇരിക്കുക, അവൻ മറന്നുപോയി. ഫാസ്റ്റിംഗ് അല്ല, പ്രാർത്ഥനയിലെ തീഷ്ണതയാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറന്നുപോയി. ഉച്ചക്കത്തെ ലഞ്ച് അവിടെ കൊണ്ടുവച്ചിട്ട് ലഞ്ച് സാർ എന്ന് പറഞ്ഞിട്ട് കുക്ക് പോകും. വൈകിട്ടത്തെ സപ്പറുമായി വരുമ്പോൾ ലഞ്ച് അവിടെ ഇരിക്കുകയാണ്. കാരണം അവൻ അത് കഴിക്കാൻ മറന്നുപോയി. അവന്റെ ഹൃദയം ഡോക്ടർ പറയുന്നത് 2 ഇഞ്ച് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് മാറിയെന്നാണ് പറയുന്നത്. അതുപോലെ ഹൃദയഭാരത്തോടുകൂടെ അവൻ പ്രാർത്ഥിച്ചു. ഡോക്ടർ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാകുന്നുവെങ്കിൽ നിനക്കിനി ജീവിക്കാൻ ഒക്കത്തില്ല. അതുപോലെ ഭാരം എടുത്തുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്നത്. അതൊന്നും അവന് പ്രശ്നമല്ലായിരുന്നു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇന്ന് പഞ്ചാബിലുള്ള ഉണർവും ഇന്ന് പഞ്ചാബിലുള്ള ദൈവസഭയും ഹല്ലേലൂയ, സ്തോത്രം, ഇന്നത്തെ മിഷണറിമാർ പോകാതെ പഞ്ചാബിൽ പുരാതനമായ ക്രിസ്ത്യാനികളുണ്ട്. അവരാരിൽ കൂടെ കിട്ടിയതാണെന്നറിയാമോ? ജോൺ ഹൈഡിൽ കൂടെ കിട്ടിയതാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ജോൺ ഹൈഡിന്റെ ചെറിയ പുസ്തകം ഒന്ന് വായിക്കണം. നമ്മുടെ ഹൃദയത്തെ കുലുക്കുന്ന പുസ്തകമാണ്. അവൻ ദൈവത്തോട്, കർത്താവേ എനിക്കൊരാത്മാവിനെ തരണമെന്ന് പറഞ്ഞു. ദൈവം അവനൊരാത്മാവിനെ കൊടുത്തു. കർത്താവേ എല്ലാ ദിവസവും എനിക്കൊരാത്മാവിനെ തരണമെന്ന് പറഞ്ഞു. അവൻ പ്രാർത്ഥിക്കുന്നത് ദൈവം അവന് കൊടുക്കുകയാണ്. അവൻ ഇറങ്ങിച്ചെന്ന് വലിയ ഫിലോസഫിക്കൽ ദൂതൊന്നുമല്ല അവൻ പറയുന്നത്. യേശുവിനെ പറ്റി ഏതൊരു വ്യക്തിയോട് പറയുന്നു അവൻ പാപിയാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ആ കർത്താവിനെ അംഗീകരിക്കുകയാണ് ജാതികൾ. കാരണം അതിന്റെ ബിഹൈൻഡിലെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് സ്വർഗത്തിലെ ദൈവത്തെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഹബക്കൂബിനെ പോലെ, ഞാൻ ആ പേര് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഹബക്കൂബ് എന്ന പേരിന്റെ അർത്ഥം ക്ലിങ്ങർ എന്നാണ്.
രാത്രി മുഴുവനും ഹല്ലേലൂയ യാക്കോബെ ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കുകയാണ്. നേരം വെളുക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, ഞാൻ പോകട്ടെ എന്ന് ദൈവത്തിന്റെ ദൂതൻ പറയുമ്പോൾ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നാണ് യാക്കോബെ പറയുന്നത്. അങ്ങനെ അനുഗ്രഹം യാക്കോബ് വാങ്ങിയതുപോലെ ദൈവജനമേ, ഈ ദിവസങ്ങളിൽ വിടുതലിന്റെ ശുശ്രൂഷയ്ക്കായി നാം പ്രാർത്ഥിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അധികം സംസാരിക്കാതെ, 4 പേര് കേൾക്കാതെ, ദൈവസന്നിധിയിൽ നാമും ദൈവവുമായിട്ട് ഒരു സംസർഗം, ഹൃദയനുറുക്കത്തോടുകൂടെ ഒരു സംസർഗം ചെയ്താൽ നീ എന്തെല്ലാം വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിന് കർത്താവ് മറികടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാന് യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുവാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. അവിടെ 2 പ്രാവശ്യമാണ് ഹല്ലേലൂയ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് അവരുടെ പാപത്തെ പറ്റി പറഞ്ഞിട്ട് അവർ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നതിനെ പറ്റി പറയുന്നത്. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ, മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത്, മരുഭൂമിയിൽ കൂടെ നടത്തിയത്, ശത്രുക്കളെ നിങ്ങളുടെ മുമ്പാകെ തോൽപ്പിച്ചത്, അത്ഭുതവും അതിശയകരവുമായി ഞാൻ നിങ്ങളെ നടത്തിയ ദൈവം എവിടെയെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ല, നിങ്ങളുടെ പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. ഇതൊരു വലിയ പാപമായിട്ടാണ് ഹല്ലേലൂയ യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. അതിന്റെ കാരണം യിരെമ്യാ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളും നിങ്ങളുടെ പാപങ്ങളും നിമിത്തം ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് പകരം ലോകത്തിന്റെ പാപ വഴികളിലേക്ക് നിങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സഭകളിലെ ക്രിസ്തീയ സമൂഹങ്ങളിലെ കാണുന്നത് എന്താണ്? പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുന്നില്ല. ദൈവസന്നിധിയിലെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരു സാമൂഹ്യ പ്രാർത്ഥനയായി മാറിയിരിക്കുകയാണ്, ഒരു നെയിം സൈക്ക് പ്രേയറായി മാറിയിരിക്കുകയാണ്. ദൈവസന്നിധിയിലിരുന്ന് നിലവിളിക്കുവാൻ, ദൈവസന്നിധിയിലിരുന്ന് കരയുവാൻ, ചില വ്യക്തികളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, ചില രോഗികൾക്ക് സൗഖ്യം വരുവാൻ, കർത്താവുമായിട്ടുള്ള ഒരു നടത്തം. ഞാനും കർത്താവും ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നതുപോലെ ദൈവത്തോടുകൂടെ നടക്കുവാൻ കർത്താവേ ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, പ്രമാണങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. ദൈവഭയമില്ലാത്ത ഒരു സമൂഹത്തെ ക്രിസ്ത്യൻ ലോകത്തിൽ കാണുന്നു. ഏതു പാപവും ഹല്ലേലൂയ ചെയ്യുവാൻ മടിയില്ലാതെ ക്രിസ്തീയ സമൂഹങ്ങള് ലോകത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. ദൈവഭയം അവരിൽ നിന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവേ ന്യായപ്രമാണം അഴിഞ്ഞിരിക്കുന്നു, ദൈവവചനത്തിന്റെ പ്രമാണങ്ങളുടെ കുത്തഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പാദപീഠത്തിൽ ഇരുന്ന് കരയുവാൻ ഏതൊരുവൻ മുമ്പോട്ട് കാലുകുത്തുന്നുവോ അവനെ ഹബക്കൂബിനെ പോലെ ഒരു പുതിയ ശുശ്രൂഷയ്ക്കായി ദൈവം ഉയർത്തും. അങ്ങനെയാണല്ലോ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, അവന്റെ ബലമുള്ള ഭുജത്തിൽ അമർന്നിരിപ്പീൻ. പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവിന്റെ ബലമുള്ള ഭുജത്തിൽ നാം അമർന്നിരുന്നാൽ തക്ക സമയത്ത് പ്രത്യേക ശുശ്രൂഷകളുമായി കർത്താവ് നമ്മെ നിയോഗിക്കും. നമുക്കറിയാമല്ലോ അപ്പോസ്റ്റൽ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ ശുശ്രൂഷകൾ. അത് നിങ്ങൾക്ക് പുസ്തകമില്ലെങ്കിൽ നിങ്ങൾ ആ ബയോഗ്രഫിക്കൽ ബുക്ക് വായിക്കണം. ഞാൻ അപ്പോസ്റ്റൽ ഓഫ് ഫെയ്ത്ത് സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ പുസ്തകം വായിച്ച് തന്നെ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള പല ബയോഗ്രഫിക്കൽ ബുക്കിലെ ഒരു ബുക്കാണ് സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ ബുക്ക്. താന് എഴുതാനും വായിക്കാനും പോലും അറിയാൻ വയ്യാത്ത
അന്നത്തെ കാലത്തെ 150 വർഷങ്ങൾക്ക് മുമ്പുള്ളതായ ഒരു പ്ലംബറായിരുന്നു. താൻ പ്ലംബിംഗ് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇന്നടത്ത് ഉണർവ് യോഗം നടക്കുന്നുണ്ട്, നിങ്ങൾ വരണം എന്ന് പറയും. പ്ലംബിംഗ് ജോലി ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ് തന്റെ ജോലി എന്ന് പറയുന്നത് അവിടെ ഹീലിംഗ് മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഈ ടെന്റ് മിനിസ്ട്രി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും രോഗികളെ താൻ ജോലി ചെയ്യുന്നിടത്ത് കണ്ടെങ്കിൽ അവരോട് പറയും, ഹീലിംഗ് മിനിസ്ട്രി നടത്തുന്ന ഒരു ടെന്റ് താമസിച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരുടെ അടുക്കലേക്ക് പോകാമെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. ഇത് മാത്രമേ തനിക്ക് പറയാനുള്ളായിരുന്നു. താൻ ഒരു പ്രാസംഗികനല്ലായി. തനിക്ക് പഠിപ്പിക്കാൻ അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല, താൻ അധ്വാനിക്കും. തന്റെ ഭാര്യ വളരെ പ്രാസംഗികയും അവളിൽ കൂടെയാണ് എഴുതാനും ഒക്കെ ഈ സ്മിത്ത് വിഗിൾസ്വർത്ത് പഠിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തി ഒരു ദിവസം വന്ന് കുറെ ആൾക്കാരെയും കൊണ്ട് രോഗസൗഖ്യത്തിനു വേണ്ടി ടെന്റിലേക്ക് വന്നപ്പോൾ ആരുമില്ല. ആരുമില്ല. പ്രാർത്ഥിക്കാൻ ടെന്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അങ്ങ് പോയി വേറെ സ്ഥലത്തോട്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്മിഗിൾസ്വർത്തിനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്മിഗിൾവർത്ത് ആർക്കുമെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്കെല്ലാം അന്നേരം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഹീലിംഗ് ആയിരുന്നു. അതിനുശേഷമാണ് ദൈവം തന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹീലിംഗ് മിനിസ്ട്രി താൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ അന്യായമായി ഒരു ധനം സമ്പാദിക്കാതെയും അന്യായമായി പേരുണ്ടാക്കാതെയും വിശ്വസ്തയോടെ മരണം വരെയും നിന്ന ഒരു ഭക്തനായിരുന്നു സ്മിത്ത് വിഗിൾസ്വർത്ത്. തന്നെ പോലെ മരിച്ചവരെ യേശുവിന്റെ നാമത്തിൽ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ആത്മനിറവുള്ള തന്നെ പോലെ ഉണ്ടായിരുന്ന ചിലരൊക്കെ കോടീശ്വരന്മാരായി എന്ന് കാണാൻ സാധിക്കും. നിങ്ങളെ ഈ BBC ന്യൂസിനകത്ത് നൈജീരിയയിലെ വലിയ ഹീലിംഗ് മിനിസ്ട്രി നടത്തിയോന്നെതിരായി ഇപ്പൊ നടക്കുന്ന കേസുകളൊക്കെ പറയുന്നത് കാണുവാൻ സാധിക്കും. 19 അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പേരൊന്നും പറയുന്നില്ല. നിങ്ങള് ഈ പബ്ലിക് ബ്രോഡ്കാസ്റ്റിനകത്ത് സെക്കുലർ ന്യൂസിനകത്ത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മനുഷ്യർ ഇന്ന് ചെയ്യുന്നത്. ഏതെങ്കിലും മിനിസ്റ്ററി പറഞ്ഞ് അതിന്റെ പേരിൽ കാശുണ്ടാക്കി, അതിന്റെ പേരിൽ സ്ഥാനമുണ്ടാക്കി, അതിന്റെ പേരിൽ ഫെയിം ഉണ്ടാക്കി ജീവിച്ച് കർത്താവിന്റെ വേലയും കളഞ്ഞ് കർത്താവിന്റെ നാമവും ദുഷിപ്പിച്ചുള്ള പ്രവൃത്തിയാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. സ്മിത്ത് വിഗിൾസ്വർത്ത് അങ്ങനെയല്ലായിരുന്നു. ജോൺ ഹൈഡ് അങ്ങനെയല്ലായിരുന്നു. എത്രയോ ഭക്ത ശിരോമണികൾ തങ്ങൾക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ച് കർത്താവിന്റെ പ്രവൃത്തി ചെയ്തു. ഹബക്കൂബിനെ പോലെ ഒന്ന് കരയാം. കർത്താവിന് നമ്മളെ ഉപയോഗിക്കാനായിട്ടുണ്ട്. ഞാനിവിടെ നിർത്തുകയാണ്. എന്റെ മുമ്പിൽ ഇനി ഒരു 4-5 മിനിറ്റ് കൂടെ ഉള്ളൂ. നമുക്ക് ഈ 5-ാം വാക്യം അടുത്ത ആഴ്ചയില് അത് ഒത്തിരി കാര്യം ഇതിനകത്തുള്ളത്. ഒത്തിരി കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പഠിക്കാനായിട്ടുണ്ട്. ഒരു ദിവസം മുഴുവനും പഠിച്ചാൽ മാത്രമേ അടുത്ത ആഴ്ചയിൽ നമുക്കത് വിശകലനം ചെയ്ത് പഠിക്കണം. പ്രവാചകന് കിട്ടിയ ആദ്യത്തെ ദൂതൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കുവാനായിട്ടുള്ളത്? ഇത് കൂടാതെ ഹല്ലേലൂയ ഹബക്കൂബിന്റെ പ്രവചനം 3 അധ്യായങ്ങളും നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം വായിക്കണം. അടുത്ത 2-3 ആഴ്ച കർത്താവെ പഠിപ്പിച്ച് തീരുന്നത് വരെ ഈ ഹബക്കൂബിന്റെ പ്രവചനം നാം പഠിക്കും. അത് മുഖാന്തരം നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. ഹബക്കൂബിനെ ദൈവം ഒരു പുരോഹിതനായിരുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ലേവ്യനായിരുന്നു, ഒരു പാട്ടുകാരനായിരുന്നു. എന്നാൽ ദൈവം തന്നെ പ്രവചന ശുശ്രൂഷയ്ക്കായി ഉയർത്തിയത് ദൈവസന്നിധി വിട്ടുപോകാതെ ദൈവസന്നിധിയിൽ കരഞ്ഞ് ജനത്തിന്റെ യഥാസ്ഥാനത്തിന് വേണ്ടി കരഞ്ഞ് ദേശത്തിലെ രക്ഷയ്ക്ക് വേണ്ടി കരഞ്ഞിരുന്നപ്പോൾ ദൈവം തന്റെ ഹൃദയം ഹബക്കൂബിന് തുറന്നു കൊടുത്തു. അതാണ് 5-ാം വാക്യം മുതൽ നമുക്ക് കാണുന്നത്. ദൈവം തന്നോട് സംസാരിക്കുകയാണ്. നമ്മളോട് സംസാരിക്കുന്ന ഒരു കർത്താവ്,
നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പിതാവ്. അവിടുത്തെ സന്നിധി വിട്ടുപോകാതെ രാവും പകലും ഒന്ന് കരയാം. നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാം. കർത്താവിന്റെ നാമത്തിന് മഹത്വമാകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രികാല ഐശ്വര്യമായി സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഹബക്കൂക്ക് പ്രവചനത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും ഹല്ലേലൂയ ഇരമ്യാവിൽ നിന്നൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക വേദഭാഗങ്ങളിലേക്കൊക്കെയും കടന്നുപോയി ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നല്ലോ. ഹബക്കൂക്കിനെ പോലെ കരയുന്ന ഹല്ലേലൂയ ഒരു നല്ല ഹൃദയം, കരഞ്ഞ് ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ പരാതിയുമായി ആരംഭിച്ച ഈ പുസ്തകം അവസാനിക്കുന്നത് പോലും ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഒരു സങ്കീർത്തനത്തോട് കൂടിയാവും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ ഹല്ലേലൂയ ഫലങ്ങൾ നമുക്ക് ആ ഒടുവിൽ കാണാൻ സന്തോഷിപ്പാൻ ഇടയായിത്തീരും. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോടെ പ്രവാചകൻ ഒന്നാമത്തെ ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും, അതിന് മറുപടി ദൈവം കൊടുക്കും. രണ്ടാമത്തെ ചോദ്യം ചോദിക്കും, അതിന് ദൈവം മറുപടി കൊടുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ഉത്തരവള്ളി മാനിക്കുന്ന ദൈവമാവും. നമ്മൾ ചോദിക്കുന്ന ചോദ്യം നമുക്ക് നിലവിളിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നത് ദൈവം തന്റെ രാജ്യത്തിലെ ദുഷ്ടതയും അക്രമവും ഹല്ലേലൂയ കണ്ട് ഇടപെടുന്നില്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവ് എത്ര ദീർഘക്ഷമയുള്ള ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. അനേക സമയങ്ങൾ ദൈവം കൊടുക്കും. ഹല്ലേലൂയ നല്ല നല്ല സമയങ്ങൾ ഹല്ലേലൂയ ദൈവത്തോട് അടുത്തു വരുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം സമയങ്ങൾ നീട്ടി കൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം. ആ കൊടുക്കുന്ന നല്ല സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നാം മീനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ മീൻ കൊത്തുന്ന സന്ദർഭത്തിൽ ചൂണ്ടൽ അയച്ചയച്ച് അങ്ങോട്ട് വിടുന്ന ഒറ്റ പിടി പിടിക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ചൂണ്ടലിൽ വീഴാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ചൂണ്ടലിൽ വീണാൽ അതെടുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം കേട്ട ദൈവവചനത്തിന് മുമ്പിൽ നാം ഭയഭക്തിയോടും നവയലോടും കൂടെ ദൈവസന്നിധിയിലായിത്തീരുവാൻ പ്രാർത്ഥിക്കുന്നവരും കരയുന്നവരുമായി തീരുവാൻ ഹല്ലേലൂയ സ്തോത്രം. കരയുന്ന പ്രവാചകന്മാരെയെല്ലാം നമുക്ക് ദൈവത്തിൽ കാണാൻ സാധിക്കുന്നു. ആ കരച്ചിലൊക്കെ ഒടുവിൽ ഹല്ലേലൂയ ആ കരച്ചിൽ എന്ത് വിഷയത്തിന് വേണ്ടി ആ കരഞ്ഞ് പ്രാർത്ഥിച്ചോ അത് കണ്ട് നമുക്ക് സന്തോഷിപ്പാൻ ഇടയായി തീരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. ദേശത്തിന്മേൽ, പട്ടണങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേലൊക്കെ ദൈവത്തിന്റെ ദേശത്തിന്മേൽ ഹല്ലേലൂയ ദുഷ്ടത നിറഞ്ഞ ഹല്ലേലൂയ ഈ ലോകം, ദുഷ്ടന്റെ അതിരെ കിടക്കുന്ന ഈ ലോകം ഹല്ലേലൂയ സ്തോത്രം. അത് നാം ജയം പ്രാപിക്കണം. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ദൈവം ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ദുഷ്ടന്മാരോട് ദൈവം വസിക്കുന്നില്ല. ദേശത്തെ അവിടുന്ന് ഹല്ലേലൂയ കരങ്ങളിൽ ഏൽപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി കരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം, സ്തോത്രം. ദുഷ്ടത വിട്ട് യഹോവയിലേക്ക് തിരിയുവാൻ അനീതി പ്രവർത്തിക്കുന്നവർ, ഹല്ലേലൂയ ന്യായം മറച്ചു കളയുന്നവർ, ഹല്ലേലൂയ വിശ്വസ്തതയില്ലാത്ത ജനങ്ങൾ ദൈവം യഹോവയുടെ കണ്ട് വിശ്വസ്തതയാകുന്നുവല്ലോ നോക്കുന്നത്. ദേശത്ത് വിശ്വസ്തന്മാർ എഴുന്നേൽക്കുവാൻ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ നീതിമാന്മാർ എഴുന്നേൽക്കുവാൻ ഹല്ലേലൂയ നീതീകരിക്കുന്ന ദൈവം ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ഇവിടെ ഹബക്കൂക്കിന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനകൾ ഹല്ലേലൂയ അനീതിക്കെതിരെ ഹബക്കൂക്കിന്റെ ഒന്നാമത്തെ ചോദ്യം ഹല്ലേലൂയ ഇസ്രായേലിന്റെ ഒടുവിലത്തെ ഹല്ലേലൂയ സ്തോത്രം. പ്രവാചകനായിരുന്നതുപോലെ
ഹബക്കൂക്ക് യഹൂദയിലെ അവസാന പ്രവാചകനായിരുന്നു. ഹാലേലുയ. ദാസ് നമ്മളെ ഓർമ്മിപ്പിച്ചു. വാക്കിന്റെ അർത്ഥമെന്ന്. ഹാലേലുയ. ദുഷ്ടന്മാരുടെ അഭിവൃദ്ധിയും നീതിമാന്മാരുടെ കഷ്ടതയും കണ്ടപ്പോൾ കർത്താവിനെ പോലെ ഹബക്കൂക്കും ചിന്താകുലപ്പെടുത്തലായി ചേർന്നു. തീഷ്ണതയോടെ പ്രസംഗിക്കുകയും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും അതിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രാർത്ഥന ആത്മാർത്ഥതയോടെ ആയിരിക്കണം. ഹൃദയത്തോടെ ആയിരിക്കണം. ഹൃദയം നിറഞ്ഞവർക്കാണ് ഹോമ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെയാണ് വിടുവിച്ച് രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തീഷ്ണതയോടെ പ്രസംഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. യഹോവയ്ക്ക് യാതൊരു പരിവർത്തനവും ഉണ്ടായില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന. എല്ലായിടത്തും അക്രമവും അനീതിയും ഹാലേലിയമായ അഹിത്യവും പ്രവാചകന് കാണുവാൻ കഴിഞ്ഞുള്ളൂ. ഹാലേലിയ. അതെന്ന് ഹൃദയോടെ പ്രവാചകൻ ചോദിക്കുന്നത് ദുഷ്ടതയെ ശിക്ഷിക്കാതെ ദൈവം എത്രത്തോളം മൗനമായിരിക്കും. ഹാലേലിയ. സ്തോത്രം. ഇത് മാത്രമല്ല, യഹൂദയെ ശിക്ഷിക്കുവാനായി ദൈവം ഏറ്റവും ദുഷ്ടജാതിയായ കൽദയരെ അഥവാ ബാബിലോന്യരെയാണ് ഒരുക്കുന്നതെന്ന് ദൈവത്തിന്റെ മറുപടി കേട്ടപ്പോൾ പ്രവാചകൻ കൂടുതൽ ആശങ്കാവുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ ഭയങ്കരന്മാരും അവരുടെ കുതിരകൾ പുലിയേക്കാൾ വേഗതയും നായ്ക്കളേക്കാൾ ഉഗ്രതയും ഉള്ളതാണെന്നും ദൈവം വ്യക്തമാക്കി. മാത്രമല്ല, അവർ ശത്രുക്കളെ എങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്നും വ്യക്തമാക്കപ്പെടുത്തുന്നു. ഹാലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന് ഹാലേലൂയ സ്തോത്രം പ്രസാദകരമായത് ചെയ്യുകയും ദൈവസന്നിധിയിൽ താനിരിക്കുകയും ഹാലേലൂയ യഹോവയ്ക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നവനായി തീരണം. നമ്മുടെ ദൈവം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, നമ്മോട് സംസാരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവം ഹാലേലൂയ സ്തോത്രം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹാലേലൂയ സ്തോത്രം. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാകുന്നു ഈ ലോകത്തിലെ മുഴുവൻ അധികാരങ്ങളും. ഹല്ലേലൂയ. ദൈവം നശിപ്പിക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നശിപ്പിച്ചിരിക്കുമെന്നാൽ ആ നശിപ്പിക്കുന്നതിന് മുമ്പേ നാം കണ്ണുനീരോടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കടാക്ഷിക്കും. അനർത്ഥത്തെ ലഭിക്കും. ഹാലേലൂയ. ധാരാളം ക്ഷമിക്കുന്ന ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം. രാത്രികാലം വചനത്തിന്റെ വാതിൽ ഇടുങ്ങിയ സമയങ്ങൾക്കുണ്ടാകുന്നുവെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ആലോചന അവിടുന്ന് കേൾപ്പാൻ, ദൈവശബ്ദം കേൾപ്പാൻ നമുക്കിടയായി തീർന്നുവല്ലോ. ഹാലേലൂയ. വചനം സംസാരിച്ച ദൈവങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ബോബിയെ കുടുംബമായി മകളെ ഹാലേലൂയ. ബോബിയെ മകളെ ഹാലേലൂയ കുഞ്ഞുങ്ങളെ ഒക്കെ നമുക്ക് വന്നിട്ട് പ്രാർത്ഥിക്കാം. വീട്ടുകാരെയും കുടുംബ